യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഉൽപ്പത്തി 5-ാം അധ്യായം. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിൻ്റെ ആയുഷ്കാലമാകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് 815 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രിമാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു. ഏനോഷിൻ്റെ ആയുഷ്കാലമാകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാൻ 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാൻ്റെ ആയുഷ്കാലമാകെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിനെ ജനിപ്പിച്ചു. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ 830 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലേലിൻ്റെ ആയുഷ്കാലമാകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. യാരേദിന് 112 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരേദിൻ്റെ ആയുഷ്കാലമാകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെഥൂശലേഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലേഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെഥൂശലേഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമെക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 595 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമേക്കിൻ്റെ ആയുഷ്കാലമാകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫേത്തിനെയും ജനിപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.